ദൈവത്തിങ്കലേക്ക് തിരിയുക. അതാണ് പഴയ നിയമം പറയുന്ന മാനസാന്തരം. ദൈവത്തിങ്കലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ആശയം? ഏതെങ്കിലും ഒരു പൊസിഷൻ ചേഞ്ച് ആകുക എന്നല്ല, അടിമുടി മാറ്റമാണ് ദൈവത്തിങ്കലേക്ക് തിരിയുക എന്നുള്ളതിന് ബൈബിൾ പഴയ നിയമത്തിൽ നമ്മോട് സംസാരിക്കുന്നത്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ വാക്യം നമുക്ക് പരിചയമല്ലേ, ഒരുമിച്ചൊന്ന് പറയാം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. അത് മലയാളത്തിൽ മാനസാന്തരം എന്ന വാക്ക് ഇല്ലെങ്കിലും സ്തോത്രം, ഇംഗ്ലീഷിന്റെ ചില പരിഭാഷകളിൽ മാനസാന്തരം എന്ന വാക്കുണ്ട്. repent sincerely and turn to me എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ മാനസാന്തരമാണ് ഇവിടുത്തെ വിഷയം. ദൈവത്തിങ്കലേക്ക് തിരിയുക, കേവലം തിരിയുക എന്നല്ല, അവിടെ കൃത്യമായിട്ട് പറയുന്നു ഇപ്പോഴെങ്കിലും. ഇപ്പോഴെങ്കിലും എന്ന വാക്ക് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നേരത്തെ സംഭവിക്കേണ്ടുന്ന ഒരു കാര്യം വളരെ വൈകിപ്പോയി. ഇപ്പൊ ഞാൻ പറയുകയാണ്, സ്തോത്രം, എനിക്ക് ഒരു 7 മണിക്ക് ടൈം തരേണ്ടതാണ്, പക്ഷെ തന്നത് 7:35-നാണ്. ഞാൻ അധ്യക്ഷനോട് പറയാം, ഇപ്പോഴെങ്കിലും തന്നല്ലോ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നായിരുന്നേ കൊള്ളായിരുന്നു. അധ്യക്ഷൻ എന്നോട് പറയുക, ഞാനൊരു 7:20 ഇവിടെ വന്നപ്പോൾ എന്നോട് പറയുക, ഇപ്പോഴെങ്കിലും ഇങ്ങ് വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഒരു 6:30-ക്ക് വരേണ്ടതാ, പക്ഷെ ഇപ്പോഴെങ്കിലും ഇങ്ങ് വന്നല്ലോ. മനസ്സിലാകുന്നുണ്ടോ? നേരത്തെ സംഭവിക്കേണ്ടത് വളരെ വൈകിപ്പോയി. അവിടെയാ പറയുന്നത് ഇപ്പോഴെങ്കിലും. അത് നമ്മൾ യോവേൽ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ വേണം അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിലേക്ക് ശരിക്കും ഒന്ന് പോയാലേ, യോവേൽ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ഇപ്പോഴെങ്കിലും എന്ന് പറയുന്ന ആ വാക്കിന്റെ ആശയം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതാണ്. യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ വിശേഷിച്ച് അതിന്റെ ഒരു 7-ാമത്തെ വാക്യം തൊട്ട് ഒന്ന് ശ്രദ്ധിച്ച്. അതെന്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി, എൻ്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു, അതിനെ മുഴുവൻ തോലുരിച്ചു എറിഞ്ഞു കളഞ്ഞു, അതിൻ്റെ കൊമ്പുകൾ വെളുത്തു പോയിരിക്കുന്നു. എന്നിട്ട് അങ്ങോട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ 10-ാമത്തെ വാക്യം, വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചു, പുതുവീഞ്ഞ് വറ്റിപ്പോയി, എണ്ണ ക്ഷയിച്ചു, ദേശം ദുഃഖിക്കുന്നു, കൃഷിക്കാർ ലജ്ജിക്കുന്നു, മുന്തിരിത്തോട്ടക്കാരും ഗോതമ്പിൻ്റെയും യവത്തെയും ചൊല്ലി മുറയിടുന്നു. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഏറ്റവും ഒടുവിൽ 17-18 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ, വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു, ധാന്യം കരിഞ്ഞു പോയിരിക്കുന്നു, പാണ്ഡികശാലകൾ ശൂന്യമായി പോയി, ഇങ്ങനെ ആടുകൾ ദണ്ഡനം അനുഭവിക്കുന്നു. ഇങ്ങനെ അവരുടെ ധനാഗമന മാർഗങ്ങൾ മുഴുവൻ അമ്പെ പരാജയപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? ധനാഗമന മാർഗങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി. അവർക്ക് ആശ വെക്കാൻ ഒന്നുമില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തി. ഒന്നുകൂടെ പറഞ്ഞാൽ മനുഷ്യൻ തൊട്ട് മൃഗങ്ങൾ വരെ പട്ടിണിയിലായ ഒരു പശ്ചാത്തലം, മുഴുവൻ ഏരിയകളും തകർന്ന് തരിപ്പണമായ ഒരു പശ്ചാത്തലം. അവിടെയാണ് പറയുന്നത് ഇപ്പോഴെങ്കിലും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ജീവിതത്തിൻ്റെ നേരെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ദുരന്തങ്ങൾ ഒരു പെരുമഴ പോലെ പെയ്തിറങ്ങി വരുമ്പോൾ അത് നമ്മോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്, ദൈവത്തിങ്കലേക്ക് തിരിയാൻ. പിടികിട്ടുന്നുണ്ടെങ്കിൽ ഒരാമയെ പറഞ്ഞാട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, ദുരന്തങ്ങളൊക്കെ നമ്മളോട് പറയുന്ന ഒരു വാക്ക, ഒരു സന്ദേശം, ദൈവത്തിങ്കലേക്ക് തിരിയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രഭാഷകനോ ഒരു പാസ്റ്ററോ ഒരു അച്ഛനോ തിരുമേനിക്കോ നമ്മുടെ അടുക്കൽ വന്ന് സംസാരിക്കാൻ എല്ലായ്പ്പോഴും കനിഞ്ഞു എന്ന് വരത്തില്ല. അവിടെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മോട് സംസാരിക്കും. പിടികിട്ടുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. സാഹചര്യങ്ങൾ നമ്മോട് സംസാരിക്കും. ഇവിടെയും ഇതുപോലെ സാഹചര്യങ്ങളെ വിരൽ ചൂണ്ടിയിട്ട് ദൈവം പറയുക, ഇതൊക്കെ സംഭവിച്ചില്ലേ, ഇപ്പോഴെങ്കിലും എങ്കിലേക്ക് തിരിവീൻ. വെറുതെ തിരിഞ്ഞ പോരാ, പൂർണ്ണ ഹൃദയത്തോടെ തിരിയണം, ഉപവാസത്തോടെ തിരിയണം, കരച്ചിലോടെ തിരിയണം, വിലാപത്തോടെ തിരിയണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സ്ലോഗനൊക്കെ ചൊല്ലി ഒരു കളിപ്പീര് പരിപാടിയൊക്കെ നടത്തി ദൈവത്തിങ്കലേക്ക് തിരിയാമെന്നല്ല ഇവിടെ പറയുന്നത്. അതിന്റെ സകലയാർത്ഥപൂർണതകളോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ. അതിന്റെ 13-ാമത്തെ വാക്യം കുറച്ചുകൂടെ ഗൗരവമായിട്ടാണ് പറയുന്നത്. അവിടെ പറയുന്നു, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി എങ്കിലേക്ക് തിരിവീൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ഈ യഹൂദന്റെ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ദുഃഖവാർത്ത കേട്ടാൽ അവർ പെട്ടെന്ന് വസ്ത്രം കീറുമായിരുന്നു.
തെളിവുകൾ ഒരുപാട് തരാം. ഉൽപ്പത്തി പുസ്തകം 37:29 യോസഫ് കുഴിയിലില്ല എന്ന് കണ്ടപ്പോൾ രൂബൻ വസ്ത്രം കീറി എന്ന് വായിക്കുന്നുണ്ട്. അതേ അധ്യായത്തിന്റെ 34 വാക്യം യോസഫ് മരിച്ചു എന്ന് കേട്ടപ്പോൾ യാക്കോബ് വസ്ത്രം കീറി എന്ന് വായിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 7 അധ്യായം 6 വാക്യം യോശുവ വസ്ത്രം കീറി. ഇയ്യോബ് 1:20, 2:12 ഇയ്യോബ് വസ്ത്രം കീറി. ദുഃഖകരമായ ഏത് വാർത്ത കേട്ടാലും അവർ വസ്ത്രം കീറുമായിരുന്നു. കർത്താവ് പറയുന്നു, ഈ ഒരു പതിവ് പരിപാടി ഉണ്ടല്ലോ, അങ്ങനല്ല, ആ ചടങ്ങല്ല, നിങ്ങളുടെ ഈ പതിവ് ശൈലിയല്ല. വസ്ത്രം കീറണ്ട, ഹൃദയത്തെ കീറണം. ഒരാമയം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ബാഹ്യമായി നമ്മൾ ചെയ്തു വന്ന ഒരു കർമ്മകാണ്ഡങ്ങളും കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആരും ചിന്തിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ആ ബാഹ്യ കർമ്മത്തിന്റെ അപ്പുറത്ത്, ചെയ്തു വന്ന ശീലത്തിന്റെ അപ്പുറത്ത് വസ്ത്രത്തെ അല്ല, ഹൃദയത്തെ കീറി എങ്കിലേക്ക് തിരുവി, ഇപ്പോഴെങ്കിലും തിരുവി. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉപയോഗിക്കേണ്ട സമയത്തെ കൃത്യമായി തന്നെ ഉപയോഗിക്കണം. ഞാൻ നിങ്ങളോട് പറയാം, സമയം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. ഈ 90 സങ്കീർത്തനത്തിന്റെ 9 വാക്യത്തിൽ മോശ പറയുന്നുണ്ട്, ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഒന്നുകൂടെ, ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. നാളുകൾ കഴിഞ്ഞുപോയി എന്ന് ഞാൻ നിങ്ങളോട് പറയാം. നാളുകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല കേട്ടോ. സമയം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. ഒരു തിരമാലയും ആർക്കു വേണ്ടിയും വെയിറ്റ് ചെയ്യാറില്ല. അതുപോലെ സമയവും ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്നു. രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോഴും സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കെല്ലാം 2 ഗിയറുണ്ട്, അല്ലെ? 2 ടൈപ്പ് ഗിയർ. മുൻപോട്ട് പോകുന്ന ഗിയറും പിൻപോട്ട് പോകുന്ന ഗിയറും. പക്ഷെ സമയത്തിന് മാത്രം ഈ 2 ഗിയർ ഇല്ല. അത് മുൻപോട്ട് മാത്രമേ പോകത്തുള്ളൂ. അമ്മേ, മുൻപോട്ടേ പോകത്തുള്ളൂ. നമ്മളത് ഈ സാധാരണ മരണ വീടുകളിലൊക്കെ നമ്മൾ പാടാറുണ്ട്. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലൂറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഊറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോടുന്നു. രാത്രിയിലെ നമ്മൾ ഉറങ്ങുക, നമ്മൾ മുഴുവനായി റെസ്റ്റ് ചെയ്യുക. പക്ഷേ അപ്പോഴും രഥത്തിന്റെ ചക്രം മുൻപോട്ട് ഓടുക. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ അതാ ഞാൻ പറഞ്ഞ, സമയം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. രഥത്തിന്റെ ചക്രം മുൻപോട്ടോടുക. നാം തമ്മിൽ കാണും സമയം വിദൂരമല്ല, സമയമാം രഥം ഓടുന്നു വേഗമാ. ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പോലും ഇത് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചുരുളത്തില്ല. ഓടിക്കൊണ്ടിരിക്കുകയാണ്, സമയം ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ അവിടെ ഒരു കാര്യം പറയാം. ഇതുകൊണ്ടാണ് മോശ 90 സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം. നാളുകളെ എണ്ണണമെന്ന് എണ്ണിട്ടുണ്ടോ വെച്ചാ? നാളിനെ എണ്ണിട്ടുണ്ടോ? നാളിനെ എണ്ണിട്ടുണ്ടോ? ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ട് നാളുകളെ. ഒരു ഉദാഹരണം പറയാം. 90 വയസ്സ് വരെ ഒരാൾ ജീവിക്കുമെങ്കിൽ എത്ര ദിവസം ജീവിക്കും? 90 ഗുണം 365 സമം 32,850 ദിവസം. 90 വയസ്സുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കൈയൊന്ന് കാണാം.
90 വയസ്സുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൈയൊന്ന് കാണണം. ഒറ്റ 90-കാരില്ല. സ്തോത്രം. 90-കാര് വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ആ കൈയൊന്ന് കാണണം. 90 വയസ്സുള്ള ഇത്രയും പേരിരിക്കുന്നതിൽ 2 കയ്യെ ഞാൻ കാണുന്നുണ്ട്. 90 വയസ്സുള്ളവർ വീട്ടിലുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്ക് പറയുന്നു അവിടം വരെ ചെല്ലാനുള്ള സാധ്യത കുറവാണ്. പരമാവധി ഇട്ട് പറയുക, ജീവിച്ചാൽ 32,850 ദിവസമേ ജീവിക്കൂ. അതെ, 60 വയസ്സുകാർ ഇവിടെ ഇഷ്ടം പോലെ കാണും. എത്ര ദിവസം കഴിഞ്ഞെന്ന് ഞാൻ പറയാം. 21,950 ദിവസം കഴിഞ്ഞു 60-കാരന്. ഇനി ജീവിക്കാൻ എത്ര ദിവസം ഉണ്ടെന്ന് അറിയാമോ? 90 വരെ ജീവിക്കുമെങ്കിൽ 10,500 ദിവസമേ ഉള്ള മിണ്ടുന്നില്ല. എത്ര? 10,500. അതില് 1,500 ദിവസമെങ്കിലും ഉറങ്ങാനുള്ളതാണ്. ജീവിക്കാൻ 1,500 ദിവസമേ ഉള്ളൂ. 90 വരെ ജീവിച്ചാലാണ്. 45-കാരനോട് ഞാൻ പറയാം 16,425 ദിവസം കഴിഞ്ഞു. ഇനി എത്ര കൂടെ ഉണ്ട്? 16,425 ദിവസം കൂടെ ഉണ്ട്. 90 വരെ ചെന്നാലുള്ള കാര്യം പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ സാധാരണ മരണ വീടുകളിൽ ധാരാളം പ്രസംഗിക്കാറുണ്ട്. എന്നെ അങ്ങനെ വിളിച്ചാൽ വല്ല സാധ്യതയുണ്ടെങ്കിൽ പോവുകയും ചെയ്യും. ഇന്നലെയും പ്രസംഗിച്ചു ഒരു മരണ വീട്ടിൽ. ഈ അടുത്ത ഒരു 1-1.5-2 വർഷമായിട്ടൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത ഈ അടക്ക ശുശ്രൂഷകൾ ശ്രദ്ധിച്ചാൽ മതി. മിക്കവാറും ഒരു 45-നും 50-നും 40-നും ഒക്കെ ഇടയിലുള്ള ചെറുപ്പക്കാരാണ് മരിക്കുന്നത്. അല്ലേ? ഞാൻ പറഞ്ഞത് സമയം ഒരുപാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴെങ്കിലും. ഹല്ലേലൂയ. ഒരുപാട് ദീർഘിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോഴെങ്കിലും എങ്കിലേക്ക് തിരുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. കർമാചാരങ്ങള്, അർപ്പണങ്ങള്, തർപ്പണങ്ങള്, തപങ്ങള്, ജപങ്ങള് ഒക്കെ വിട്ടിട്ട് വസ്ത്രത്തെയല്ല ഹൃദയത്തെ കീറി കർമ്മകാണ്ഡങ്ങളുടെ അപ്പുറത്തെ എങ്കിലേക്ക് തിരുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. ഇതാണ് മാനസാന്തരം. പഴയ നിയമം പറയുന്ന മാനസാന്തരം. സഖരിയ പ്രവചനം 1-3 വാക്യത്തിൽ, ആകയാൽ നീ അവരോട് പറയേണ്ടത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എങ്കലേക്ക് തിരുവീൻ, എങ്കലേക്ക് തിരുവീൻ. കർത്താവ് പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. ദൈവത്തിങ്കലേക്ക് തിരിയാതെ, ദൈവത്തിങ്കലേക്ക് തിരിയാതെ ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും എന്ന് കരുതരുത്. ഹല്ലേലൂയ. ഈ വാസ്തവത്തിൽ ദൃശ്യമാധ്യമങ്ങളുടെ, സോഷ്യൽ മീഡിയയുടെ ഉപയോഗമൊക്കെ ക്രമാതീതമായി വർദ്ധിച്ചത് കൊണ്ട് നമ്മുടെ സ്പിരിച്വൽ ട്രെൻഡ് തന്നെ മാറിയിട്ടുണ്ട്. ഞാൻ ഈ പല TV ചാനലുകളിലൊക്കെ പ്രസംഗിക്കുന്ന ആളായതുകൊണ്ടും സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ സജീവമായതുകൊണ്ടും ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം പറയാം. ദൈവത്തെങ്കിലൊക്കെ ഒന്നും തിരിയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു 100 പ്രെയർ ലൈൻ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. സ്തോത്രം. പവർ വിഷന്റെ, ഹാർവെസ്റ്റ് TVയുടെ, ആ മിനിസ്ട്രിയുടെ, ഈ മിനിസ്ട്രിയുടെ, ഞങ്ങൾ തന്നെ 4 വർഷമായിട്ട് എല്ലാ ദിവസവും ഓൺലൈനിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ആയിരക്കണക്കിന് ആളുകൾ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഒരു സർവീസിൽ തന്നെ സാധാരണ 10-700 പേര് ഒരു ദിവസം തന്നെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന പലരും ഇവിടെയുണ്ട്. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞത് സൂമിലും യൂട്യൂബിലും നടക്കുക, എല്ലാ ദിവസവും നടക്കുക. അപ്പം ഈ ആളുകള് അവർ വിളിച്ചു പറയും, പാസ്റ്റർ പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ. പക്ഷെ അച്ഛാ നിങ്ങൾ പ്രാർത്ഥിക്കോ? അതിനല്ല നിങ്ങളുള്ളത്. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒക്കാത്തത് കൊണ്ടല്ല നിങ്ങളുള്ളത്. ഈ പരിപാടിയൊന്നും നടക്കത്തില്ല. ദൈവത്തെങ്കിലേക്ക് തിരിയണം, വ്യക്തിപരമായി തിരിയണം. കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞു. വ്യക്തിപരമായി ദൈവത്തെങ്കിലേക്ക് തിരിയണം. ഓരോരുത്തരോടുമുള്ള ദൈവത്തിന്റെ ഇടപാടാണ് ദൈവത്തിങ്കലേക്ക് തിരിയുക. ഈ
ദൈവത്തിങ്കിലേക്ക് തിരിക എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ കുറച്ചുകൂടെ വിശദീകരിക്കുക. യെശയ്യാപ്രവചനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ, നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളവീൻ. കൺവെൻഷന്റെ അവസാന സമയത്ത് കരമുയർത്തിപ്പിടിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയുന്നു എന്ന് പറയുന്നതല്ല, അതിന് ഒരു പ്രവൃത്തി ഉണ്ടാകുക. എന്താ പ്രവൃത്തി? കഴുകി വെടിപ്പാക്കുകയാണ്. പ്രവർത്തികളുടെ ദോഷത്തെ നീക്കിക്കളയുകയാണ്. തിന്മ ചെയ്യുന്നത് മതിയാക്കുകയാണ്. ന്യായം ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുകയാണ്. അനാഥന് ന്യായം നടത്തി കൊടുക്കുന്നതാണ്. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കുന്നതാണ്. ഇങ്ങനെ ദൈവത്തിങ്കലേക്ക് തിരിവി.